കഴിഞ്ഞ ദിവസം ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായിലും താപസന്നൂരിലുമായി നടക്കും എന്ന് നമ്മൾ കരുതുന്ന മഹാമാഘ മഹോത്സവത്തെ തടഞ്ഞുകൊണ്ട് കേരള സർക്കാർ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിരിക്കുകയാണ്. ഈ ആഘോഷം സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഭാരതപ്പുഴയുടെ തീരത്ത് ചില താൽക്കാലിക നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരികയായിരുന്നു. അതിനാണ് ഇപ്പോൾ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല, സർക്കാർ ഇപ്പോൾ പറയുന്നത് തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത്, അതായത് ഏപ്രിൽ മാസത്തിലാണ് വോട്ടെടുപ്പ്, ഇത് ഈ ജനുവരി 18 തുടങ്ങി മാർച്ച് 3 അവസാനിക്കുന്ന വിധത്തിലാണ് ഈ മഹാമാഘ മഹോത്സവം നടത്തുന്നത്. ഇത് വാസ്തവത്തിൽ ദക്ഷിണേന്ത്യയിലെ കുംഭമേള എന്നാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെയുള്ള ഏതാണ്ട് ഇത് നമുക്കെല്ലാവർക്കും അറിയാം, മാമാങ്കം എന്ന പേരിൽ തിരുനാവായിൽ നടന്നു വന്നിരുന്ന ഒരു പ്രക്രിയയാണ്, അല്ലെങ്കിൽ ഒരു ആഘോഷമാണ് ഇത്. സാമൂതിരി ഈ പ്രദേശങ്ങൾ പിടിച്ചെടുത്തതിന് ശേഷം വള്ളുവക്കോനാതിരിയിൽ നിന്ന് ഈ മാമാങ്കത്തിൻ്റെ നടത്തിപ്പ് ചുമതല സാമൂതിരി ഏറ്റെടുത്തു എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ സാമൂതിരി ഏറ്റെടുത്തപ്പോൾ മുതൽ ആ സാമൂതിരിയെ 12 വർഷത്തിലൊരിക്കലാണ് മാമാങ്കം നടക്കുന്നത് എന്ന് നമുക്കറിയാം. അങ്ങനെ ആ ഏറ്റെടുത്ത് സാമൂതിരി ഇത് നടത്തുമ്പോൾ സാമൂതിരിയെ വധിക്കാൻ വേണ്ടി വള്ളുവക്കോനാതിരിയുടെ നാട്ടിൽ നിന്ന് ചെറുപ്പക്കാർ, അതായത് അവരുടെ കൈവശമുണ്ടായിരുന്ന ഒരു ആഘോഷം തട്ടിയെടുത്തതിന് പ്രതികാരം ചെയ്യാനായി ചെറുപ്പക്കാർ, ആയോധന കലകളിൽ പ്രാവീണ്യം നേടിയ നല്ല അഭ്യാസികളായ ചെറുപ്പക്കാർ ചാവേറുകളായി ഇവിടെ എത്തിയിരുന്ന കഥയൊക്കെ നമുക്കറിയാം. മാമാങ്കത്തെക്കുറിച്ച് ചരിത്രപ്രസിദ്ധമായ ഒരുപാട് വിവരങ്ങൾ ലഭ്യമാണ്. അത് ഈ മഹാമാഘ മഹോത്സവവുമായി ബന്ധപ്പെട്ടാണ് നടന്നിരുന്നത്. അങ്ങനെയുള്ള ഈ ഒരു ഉത്സവം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു. അതുകൊണ്ട് ഇവിടെ ഒരു മതസ്പർദ്ധ സൃഷ്ടിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംശയിച്ചാണ് സർക്കാർ ഇതിനുള്ള അനുമതി നിഷേധിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ സംഘാടകർ ഈ പറഞ്ഞതുപോലെ കേരളത്തിലെ അമൃതാനന്ദമയി മഠവും അതുപോലെ ഉത്തരകാശി ജൂന അഖാഡ മഠാധിപതി സ്വാമി ആനന്ദവനം ഭാരതി അദ്ദേഹവുമൊക്കെ ചേർന്നാണ് ഇത് നടത്തുന്നത്. മുടങ്ങിപ്പോയ ഒരു ഉത്സവം തിരികെ കൊണ്ടുവരികയാണ്. ഇത് പേരിനെങ്കിലും ഇതിൻ്റെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ നടന്നു വന്നിരുന്നു. എന്നാൽ ബ്രിട്ടീഷുകാരാണ് ഇതിനെ നിർത്തലാക്കിയത്. അതിന് ചരിത്രപരമായ പല കാരണങ്ങളും പറയാനുണ്ടാകും. എന്നാൽ അങ്ങനെ ഒരു ഉത്സവം തിരുനാവായിൽ നടന്നിരുന്നു, ഭാരതപ്പുഴയുടെ തീരത്ത് നടന്നിരുന്നു. അത് നമ്മുടെ വലിയ രീതിയിലുള്ള സംസ്കാരത്തിൻ്റെ കൊടുക്കൽ വാങ്ങലുകൾ ആ പ്രദേശത്ത് പല കാലങ്ങളിലായിട്ട് നടന്നു പോന്നിരുന്നു എന്ന് നമുക്കറിയാം. അതിനെയാണ് ഇപ്പോൾ സർക്കാർ ഇങ്ങനെ ഒരു കാരണം, ഒരു ഇല്ലാത്ത കാരണം ചൂണ്ടിക്കാട്ടി അതിന് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല, നമുക്ക് കഴിഞ്ഞ ദിവസം ശബരിമലയിൽ നടന്ന സംഭവങ്ങൾ നമുക്കൊന്ന് വിശകലനം ചെയ്തു നോക്കാം. അവിടെ ഈ ചരിത്രപ്രസിദ്ധമായ പേട്ടതുള്ളൽ, അമ്പലപ്പുഴ പേട്ടതുള്ളലും ആലങ്ങാട്ട് പേട്ടതുള്ളലും അവിടെ നടക്കുകയാണ്. ഇന്ന് മകരവിളക്കാണ്, നമുക്കറിയാം. അതിനോടനുബന്ധിച്ച് ഈ പേട്ട തൊള്ളുന്നതിന് സംഘത്തെയും നയിച്ച്, അമ്പലപ്പുഴ സംഘത്തെയും ആലങ്ങാട്ട് സംഘത്തെയും നയിച്ചു വരുന്ന ഗുരുസ്വാമിമാരുണ്ട്. അവരെ പോലീസ് പിടിച്ചു തള്ളുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്തു എന്ന വാർത്തയാണ് മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത്. ഇതൊക്കെ എന്തിനാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കാര്യം വളരെ വ്യക്തമാണ്. സർക്കാരിനെതിരെ ഉണ്ടായിരിക്കുന്ന ജനവികാരത്തെ വഴിതിരിച്ചു വിടണം. ഈ ശബരിമല സ്വർണ്ണ കൊള്ളയിലാകട്ടെ, MLA അറസ്റ്റിലാകട്ടെ, മറ്റു പല സംഭവ വികാസങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന അന്വേഷണം, അത് സർക്കാരിനെതിരെ വലിയ ജനവികാരം സൃഷ്ടിച്ചിരിക്കുന്നു. ആ ജനവികാരത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടണം. അതിനുള്ള പരിശ്രമമാണ് ഈ നടത്തുന്നത്. ഒപ്പം തന്നെ തദ്ദേശ തിരഞ്ഞെടുപ്പിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിലും കനത്ത തിരിച്ചടിയാണ് സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDF സർക്കാരിന് കിട്ടിയത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലാകട്ടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നിൽക്കാം. കാരണം അവിടെ കോൺഗ്രസും BJPയും തമ്മിലാണ് മത്സരം. ഇടതുപക്ഷത്തിന് വലിയ റോളില്ല എന്നൊക്കെ പറഞ്ഞ് തടി തപ്പാം.
എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതൊന്നും പറഞ്ഞ് തടിതപ്പാൻ കഴിയില്ല. കാരണം അവിടെ സംഭവിച്ചത് കനത്ത തിരിച്ചടിയാണ്. 7 ജില്ലാ പഞ്ചായത്തുകളിൽ ഞെങ്ങി ഞെരുങ്ങി ജയിച്ച് അധികാരം നിലനിർത്തി എന്ന് പറയാനേ കഴിയുള്ളൂ. പക്ഷേ മൊത്തത്തിൽ ഗ്രാമപഞ്ചായത്തുകൾ മുതൽ ജില്ലാ പഞ്ചായത്ത് വരെ ത്രിതല പഞ്ചായത്തുകളും അതുപോലെ മുനിസിപ്പാലിറ്റികളും അതുപോലെ കോർപ്പറേഷനുകളും എടുത്താൽ കനത്ത തിരിച്ചടിയാണ് ഇടതുപക്ഷത്തിന് കിട്ടിയിരിക്കുന്നത്. കൊല്ലം കോർപ്പറേഷൻ 25 വർഷം, 1/4 നൂറ്റാണ്ട് കയ്യിലിരുന്ന കൊല്ലം കോർപ്പറേഷൻ നഷ്ടമായി. അതുപോലെ തന്നെ കോഴിക്കോട് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന മട്ടിൽ അധികാരമുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു അവസ്ഥയാണ്. തൃശ്ശൂർ പോയി, എറണാകുളം പോയി, കണ്ണൂർ കിട്ടിയില്ല. ഇങ്ങനെ വലിയ തിരിച്ചടിയാണ് ഈ പറഞ്ഞതുപോലെ LDF സർക്കാരിനും LDFിനും ലഭിച്ചത്. ഇവിടെ ഇതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിച്ചേ മതിയാവുകയുള്ളൂ സംസ്ഥാന സർക്കാരിന്. മാത്രമല്ല, തിരുവനന്തപുരത്ത് BJP വിജയിക്കുകയും ചെയ്തു. ഇടതുപക്ഷത്തെ നിലം പരിശാക്കി കേവലം 29 സീറ്റിൽ ഒതുക്കിക്കൊണ്ട് 50 സീറ്റിൽ വിജയിച്ച് ഈ പറഞ്ഞതുപോലെ BJP തിരുവനന്തപുരം നഗരത്തിൻ്റെ അധികാരം പിടിച്ചു എന്നുള്ളതാണ്. അത് CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടാണ്, വലിയ കുറവാണ് അവർക്ക് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അവരുടെ അന്തസ്സ് കെട്ടുപോയി എന്ന് തന്നെ പറയാം. ഇങ്ങനെയെല്ലാമുള്ള ഒരു സാഹചര്യത്തിൽ CPMനെ സംബന്ധിച്ച്, LDFിനെ സംബന്ധിച്ച്, ഈ സർക്കാരിനെ സംബന്ധിച്ച് ശക്തമായി ചില നടപടികളിലൂടെ ഇതിനെ BJPയുടെ വളർച്ചയെ തടയണം. അതുപോലെ തന്നെ ഇപ്പോഴുണ്ടായിരിക്കുന്ന ജനവികാരം, സർക്കാർ വിരുദ്ധ ജനവികാരം, അത് എങ്ങനെയെങ്കിലും വഴിതിരിച്ചു വിടണം, ശ്രദ്ധ തിരിക്കണം. അതിനൊക്കെ വേണ്ടുന്ന ചില നമ്പറുകളാണ് ഇപ്പോൾ ഈ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് കോടതി കയറുമെന്ന് തീർച്ചയാണ്. ഇതിന് അനുമതി തേടി സംഘടനകൾ ഹൈക്കോടതിയെ സമീപിക്കും. അവിടെ സംസ്ഥാന സർക്കാരിന് ഒന്നും തന്നെ പറയാനുണ്ടാകില്ല എന്നുള്ള കാര്യവും വ്യക്തമാണ്. മാത്രമല്ല, മലബാർ പ്രദേശത്ത് വലിയ രീതിയിൽ മുസ്ലിം ന്യൂനപക്ഷ വോട്ട് ഇടതുപക്ഷത്തെ വിട്ടുപോയി. അത് തിരിച്ചു പിടിക്കണമെങ്കിൽ ഇത്തരത്തിൽ ചില ഗിമ്മിക്കുകൾ കാണിച്ചേ മതിയാവുകയുള്ളൂ. മാത്രമല്ല, SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ അഴിച്ചുവിട്ട് മുസ്ലിം ലീഗിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളൊക്കെ നടത്തിച്ചെങ്കിലും അതൊന്നും വേണ്ട പോലെ ഫലവത്തായില്ല. അത് LDFന് അനുകൂലമായ ഒരു സ്ഥിതി ഉണ്ടാക്കും എന്ന് കരുതിയിരുന്നു. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതായത് വെള്ളാപ്പള്ളി നടേശൻ ഫാക്ടറിന് ഒരു ചലനവും ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. അവിടെ എന്തെങ്കിലും നേട്ടമുണ്ടായെങ്കിൽ അത് BJP കൊണ്ടുപോവുകയും ചെയ്തു. വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞതുപോലെയാണ് LDFിൻ്റെ CPMൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. വെള്ളാപ്പള്ളിയെ തള്ളാനും വയ്യ, കൊള്ളാനും വയ്യ. വെള്ളാപ്പള്ളിയെ കൊണ്ടു നടന്നാൽ അത് മുസ്ലിം ന്യൂനപക്ഷം പരിപൂർണമായിട്ടും എതിരാകും. വെള്ളാപ്പള്ളിയെ തള്ളിയാൽ, വെള്ളാപ്പള്ളിയെ അവഗണിച്ചാൽ, ഉപേക്ഷിച്ചാൽ അത് കിട്ടാനുള്ള ഹിന്ദു വോട്ടിൽ വലിയ വിള്ളലുണ്ടാക്കും. BJP അവസരം മുതലെടുത്ത് അത് പിടിച്ചെടുക്കും. ഇങ്ങനെ ചെകുത്താനും കടലിനും ഇടയ്ക്ക് അകപ്പെട്ട ഒരു അവസ്ഥയിലാണ് LDF സർക്കാരും അതിനെ നയിക്കുന്ന CPMും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ തിരുനാവായിലെ മഹാമാഘ മഹോത്സവം തടഞ്ഞാൽ അത് അമ്പലപ്പുഴ ആലങ്ങാട് പേട്ടതുള്ളൽ സംഘത്തെ പിടിച്ചു തള്ളിയാൽ അത്രയും. ഇങ്ങനെയൊക്കെ ഈ പറഞ്ഞതുപോലെ ശ്രദ്ധ തിരിച്ചുവിട്ട് ഈ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് നേടുക. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും CPMനും ഒരു വലിയ അബദ്ധം സംഭവിച്ചിരിക്കുകയാണ്. കാരണം മഹാമാഘ മഹോത്സവത്തിന് കാലങ്ങളായിട്ട് തിരുനാവായിൽ നടക്കുന്ന ഈ ഇത്തരം ഉത്സവങ്ങൾക്കെല്ലാം വലിയ പങ്കാളിത്തം വഹിക്കുന്നത് മുസ്ലിങ്ങളാണ്. അവർ വലിയ രീതിയിൽ ഇതുമായിട്ട് സഹകരിക്കാറുണ്ട്. ഈ ഉത്സവം കാണാനും അതിൽ പങ്കെടുക്കാനുമൊക്കെ ഒത്തുചേരാറുണ്ട്. ഈ ഒരു സാഹചര്യം തടസ്സപ്പെടുത്തുന്നതിലൂടെ മുസ്ലിങ്ങളുടെ ആനുകൂല്യമല്ല, പ്രാതികൂല്യമാണ് ക്ഷണിച്ചു വരുത്തുന്നത് എന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കുന്നില്ല, CPM മനസ്സിലാക്കുന്നില്ല. ഇങ്ങനെ വെളുക്കാൻ തേച്ചത് പാണ്ടാക്കി സർവത്ര അബദ്ധങ്ങൾ കാണിച്ച് മുന്നോട്ട് പോവുകയാണ്. ഒരുതരം ഹാലിളകിയ അവസ്ഥയിലാണ് LDFും CPMും അതിനെ നയിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ വിജയത്തിനല്ല പരാജയത്തിന് ഹേതുവായി മാറും എന്നും മാത്രമേ പറഞ്ഞു വയ്ക്കാനുള്ളൂ. എന്തായാലും
ഈ മഹാമാഘ മഹോത്സവവും മറ്റും അതിൻ്റെ നിശ്ചയിച്ച മുറയ്ക്ക് തന്നെ നടക്കും. അതിന് ഈ മുഖ്യമന്ത്രിയോ സർക്കാരോ അതിന് എതിര് നിൽക്കാൻ കഴിയില്ല. എതിര് നിന്നാൽ നിങ്ങൾക്ക് നിയമപരമായ നടപടികളെ നേരിടേണ്ടി വരും എന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ.